Dear students, I am Shiny Jain, Computer Science teacher, Government Model Boys Higher Secondary School, Tekkad. നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഇനി അടുത്ത് പഠിക്കാനായിട്ടുള്ളത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്പർ സിസ്റ്റം, നമ്പേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്പേഴ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എണ്ണം എടുക്കുന്നതിന്, കൗണ്ട് ചെയ്യുന്നതിന്, എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര സാധനമുണ്ട്, അല്ലെങ്കിൽ എത്ര രൂപ, അങ്ങനെ കൗണ്ട് ചെയ്യുന്നതിന് നമുക്ക് ആ കൗണ്ട് ചെയ്യുന്നതിന് ഒരു അടുക്കടുക്കായിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്. ഈ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ്. നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേ ആണ്, ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു മെത്തേഡാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ച ഹിന്ദു അറബിക് നമ്പർ സിസ്റ്റം, നമ്മളുടെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത ഒരു നമ്പർ സിസ്റ്റം, 10 ഡിജിറ്റുള്ള ഒരു നമ്പർ സിസ്റ്റം. ആ നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതാണ് നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലായിരുന്നാലും നോർമലി നമ്മൾ കണക്കുകൾ കൂട്ടാനും എഴുതാനും കാൽക്കുലേഷന് വേണ്ടിയിട്ട് വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ഡിജിറ്റ് ആണുള്ളത്. അതായത് 0, 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് 9. അങ്ങനെ 10നെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡെസിമൽ. ഡെക്ക എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളത് 10 ഡിജിറ്റ് അല്ലെങ്കിൽ 10 സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര വലിയ നമ്പറിനെ, 2,606,712 അങ്ങനെ വലിയ നമ്പറിനെ ആയിരുന്നാലും ചെറിയ നമ്പറിനെ ആയിരുന്നാലും 0, 1, 2, 3 ഏത് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാനും പറ്റുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ സാധാരണ നമ്മൾ കണക്ക് കൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റം നമുക്ക് അത്രത്തോളം പരിചയമുള്ള ഒരു നമ്പർ സിസ്റ്റം അല്ല. പക്ഷേ കമ്പ്യൂട്ടറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള നമ്പർ സിസ്റ്റമാണ് ഈ ബൈനറി നമ്പർ സിസ്റ്റം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് മെഷീനാണ്. ഈ ഇലക്ട്രോണിക് മെഷീനിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ആണ്. അപ്പോൾ ഇലക്ട്രിക് സിഗ്നൽസിനെ നമുക്ക് 2 സിഗ്നൽസ് ആണ് പറയുന്നത്. ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. അതായത് ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽ ഇല്ല. അപ്പോൾ 2 സ്റ്റേജേ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, 0യും 1ഉം, അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് 2 നമ്പേഴ്സേ ഉള്ളൂ, 0യും 1ഉം. അങ്ങനെ 2 ബൈ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന 2 എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. അപ്പോൾ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വെറും 2 ഡിജിറ്റ് മാത്രമുള്ള 0യും 1ഉം, അങ്ങനെ 2 ഡിജിറ്റ് മാത്രമുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. പക്ഷേ എത്ര വലിയ നമ്പേഴ്സും നമുക്ക് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ബൈനറിയാണ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. പക്ഷേ ഈ 2 ഡിജിറ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയ നമ്പേഴ്സൊക്കെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 10, 11, 00, 10, 10, എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ വലിയ നമ്പേഴ്സിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മറ്റ് 2 നമ്പർ സിസ്റ്റംസ് ഉണ്ട്. ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും. അതായത് കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന വലിയ ബൈനറി നമ്പേഴ്സിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഷോർട്ട് ഫോമിൽ, ബൈനറി നമ്പേഴ്സിനെ ഷോർട്ട് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 നമ്പർ സിസ്റ്റംസ് ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും. അങ്ങനെ 4 നമ്പർ സിസ്റ്റംസ് ആണ് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ മനുഷ്യർ സാധാരണയായിട്ട് കണക്കുകൂട്ടലുകൾക്ക് ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. രണ്ടാമത്തെ ബൈനറി നമ്പർ സിസ്റ്റം, കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. മൂന്നാമത്തെയും നാലാമത്തെയും ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും ഉപയോഗിക്കുന്നത് വലിയ ബൈനറി നമ്പേഴ്സിനെ ഷോർട്ട് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഒക്ടൽ നമ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ 3 ബൈനറി ഡിജിറ്റിന് പകരം 1 ഡിജിറ്റ്, ഒരു ഒക്ടൽ ഡിജിറ്റ് മതി. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ 4 ബൈനറി ഡിജിറ്റുകൾക്ക് പകരം 1 ഹെക്സാഡെസിമൽ ഡിജിറ്റ് മതി. അപ്പം 4 ബൈനറി നമ്പർ എഴുതുന്നതിന് പകരം 4 ഡിജിറ്റുകൾക്ക് പകരം ഒറ്റ ഹെക്സാഡെസിമൽ നമ്പർ കൊണ്ട് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ 4 നമ്പർ സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഇനി ഓരോ നമ്പർ സിസ്റ്റവും നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഒന്നാമത്തെ നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ, ഡെക്ക എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര സിമ്പിൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്?
10 ഡിജിറ്റ് അല്ലെങ്കിൽ 10 സിമ്പിൾസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണ് 0, 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് 9. അങ്ങനെ 10 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും, വാട്ട് ഇസ് ദ ബേസ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. 10 സിമ്പിൾസ് ഉള്ളത് കൊണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണെന്ന് പറയും. ഇനി അടുത്ത ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ വേറൊരു പ്രത്യേകത, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഒരു ഡിജിറ്റിന്റെ വാല്യൂ തീരുമാനിക്കുന്ന അതിന്റെ പൊസിഷൻ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് 872 എന്നൊരു നമ്പർ എടുക്കാം. അപ്പോൾ ഈ 872 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 872. അപ്പോൾ ഇതിൽ 2 എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനമാണ്, 1ന്റെ പ്ലേസ് ആണ്. 2 എന്ന് പറഞ്ഞാൽ ഓക്കെ 2. അടുത്ത 7ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 10ന്റെ പ്ലേസ് ആണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ അർത്ഥം 70 എന്നാണ് അർത്ഥം, അല്ലാതെ വെറും 7 അല്ല. അപ്പോൾ 7ന്റെ പൊസിഷൻ രണ്ടാമത്തെ പൊസിഷൻ ആയതുകൊണ്ട് അത് 10ന്റെ പൊസിഷനാണ്. 10ന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 7 × 10 എന്നാണ് അർത്ഥം. 7 എന്ന് പറഞ്ഞാൽ വെറും 7 അല്ല, 70 ഉണ്ട്. 72 എന്ന് പറഞ്ഞാൽ 72 പേര്, അതായത് 70 + 2. 7 എന്ന് പറയുന്നത് വെറും 7 അല്ല, 70 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത 8 എന്ന് പറയുന്നത് വെറുതെ 8 അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, അത് മൂന്നാമത്തെ പൊസിഷനിലായതുകൊണ്ട് ഇത് 100ന്റെ പ്ലേസ് ആണ്. 100ന്റെ പ്ലേസ് 100ന്റെ സ്ഥാനമാണ്. 100ന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇത് വെറും 8 അല്ല, 800 ആണ്. അപ്പം 800, 800 തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം 800 + 70 + 2 അങ്ങനെയാണ് 872 വന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഡിജിറ്റിന്റെയും വെയിറ്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ, അതിന്റെ വില തീരുമാനിക്കുന്നത് അതിന്റെ പൊസിഷൻ അനുസരിച്ചാണ്. പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ വില മാറുകയാണ്. ഇത് ഒറ്റയുടെ സ്ഥാനമായിട്ട് 2 ആണ്, ഇത് 70 ആണ്, ഇത് 80 ആണ്, 800 ആണ്. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു ഡിജിറ്റിന്റെ വാല്യൂ തീരുമാനിക്കുന്ന അതിന്റെ പൊസിഷൻ ആണ്. അതുകൊണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് പുതിയൊരു പേര് പറയാം, എന്താണ്? പൊസിഷണൽ നമ്പർ സിസ്റ്റം. സോ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് positional number system. In decimal number system, the value of a digit depends on its position. ഒരു ഡിജിറ്റിന്റെ വാല്യൂ തീരുമാനിക്കുന്ന പൊസിഷൻ ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് പൊസിഷണൽ നമ്പർ സിസ്റ്റം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാണ് 872നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ 2 എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനമാണ്. ഒറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ് ഇതിന്റെ ബേസ്. അപ്പോൾ ആ 10ന്റെ ബേസ് കൊണ്ട് നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ 2 × 10⁻⁴. ഇനി അറ്റത്തെ ഡിജിറ്റിൽ വരുന്നത് 10⁻⁴ ആണ്. 10⁻⁴, എനി നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞ അർത്ഥം 1 എന്നാണ് അർത്ഥം. 10⁻⁴ ആയിരുന്നാലും 1 ആണ്, 8⁻⁴ ആയിരുന്നാലും 1 ആണ്, 15⁻⁴ ആയിരുന്നാലും 1 ആണ്. ഏത് നമ്പറിനെ റൈസ് ടു 0 എടുത്ത എത്രയാണ്? 1 ആണ്. അപ്പോൾ 2 × 1, 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, 2 × 10⁻⁴ എന്ന് പറഞ്ഞാൽ 2 × 1, 2 × 1 2 ആണ്. അടുത്തിവിടെ 7 × 10⁻⁴. 10⁻⁴ എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു നമ്പർ റൈസ് ടു 1 കൊടുത്താൽ അതേ നമ്പർ എന്നാണ് അർത്ഥം. 8⁻⁴ എന്ന് പറഞ്ഞാൽ 8 ആണ്, 2⁻⁴ എന്ന് പറഞ്ഞാൽ 2 ആണ്, 10⁻⁴ എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 7 × 10, 7 × 10 എത്രയാണ്? 70. അപ്പം ഈ രണ്ടാമത്തെ ഡിജിറ്റ് 7ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 70 ആണ്. അടുത്ത മൂന്നാമത്തെ ഡിജിറ്റിനെ 8 × 10⁻² എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 10⁻² എന്ന് പറഞ്ഞാൽ 10 × 10 എന്നർത്ഥം. 10 × 10 100 ആണ്. 10⁻² എന്ന് പറഞ്ഞാൽ 10 × 10 ആണ്. 10 × 10 = 100. അപ്പോൾ 8 × 100. അപ്പോൾ 872നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സാധാരണ നമ്മൾ എഴുതുന്ന വലതുവശത്ത് നിന്ന് ഇങ്ങോട്ടാണ് എഴുതുന്നത്. 2 × 10⁻⁴ പ്ലസ് 7 × 10⁻⁴ പ്ലസ് 8 × 10⁻². ഇനി ഇവിടെ ഒരു ഡിജിറ്റ് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, ഇവിടെ 5872 ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കും? 5 × 10⁻³ എന്ന് കൊടുക്കും. 5 × 10⁻³ എന്ന് കൊടുക്കുമായിരുന്നു. അപ്പോൾ 5 × 10⁻³ എന്ന് പറഞ്ഞാൽ 10 × 10 × 10 എന്നർത്ഥം 1000 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെ അറിയാം? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 സിമ്പിൾസ് ആണുള്ളത്. സിമ്പിൾസ് എഴുതാൻ അറിയാം. അതിന്റെ ബേസ് എത്രയാണ്? 10 ആണ്. അടുത്ത ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് പൊസിഷൻ. ഒരു ഡിജിറ്റിന്റെ വാല്യൂ തീരുമാനിക്കുന്ന പൊസിഷനാണ്. സോ ഇറ്റ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. പിന്നെ ഒരു എക്സാമ്പിൾ, ഒരു നമ്പർ കൊടുക്കുക, അതിൽ ആദ്യത്തെ ഡിജിറ്റ്, ഈ നമ്പർ തന്നെ ഇത് തന്നെ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ആദ്യത്തെ ഡിജിറ്റ് എഴുതുക, ഒറ്റയുടെ സ്ഥാനത്ത് എടുക്കുക, × 10⁻⁴ പ്ലസ്
10ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് എടുക്കുക ഇൻറ്റു 10⁻1 പ്ലസ് 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് എടുക്കുക ഇൻറ്റു 10⁻2. ഓക്കെ, ഇനി അടുത്ത നമ്പർ സിസ്റ്റം നോക്കാം. ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 സിമ്പിൾസേ ഉള്ളൂ, 0യും 1ഉം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ എത്ര സിമ്പിൾസ് ആണ് ഉള്ളതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബേസ് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 സിമ്പിൾസേ ഉള്ളൂ, 0യും 1ഉം. സോ ഇറ്റ്സ് ബേസ് ഈസ് 2. ഇനി ബൈനറി നമ്പർ സിസ്റ്റവും ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ തന്നെ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അതായത് നമുക്ക് ആദ്യം 0യും 1ഉം റെപ്രസെൻ്റ് ചെയ്യും. ഇനി അടുത്ത് 2 റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ 0ക്ക് പകരം 0 തന്നെ, 1ന് പകരം 1 തന്നെ. അടുത്ത് 2 റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. 1 0 എന്ന് കൊടുക്കും. അടുത്ത 3ക്ക് പകരം 1 1 എന്ന് കൊടുക്കും. അടുത്ത് 4ന് പകരം 1 0 0 എന്ന് കൊടുക്കും. അപ്പോൾ ഒരു ഡിജിറ്റ് കൂടെ കൂട്ടി കൊടുക്കും. അപ്പോൾ ഇതിൽ നമുക്ക് പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ തന്നെ ഇതിൻ്റെയും ഒരു ഡിജിറ്റിൻ്റെ വാല്യൂ തീരുമാനിക്കുന്ന അതിൻ്റെ പൊസിഷനാണ്. അതുകൊണ്ട് ഇതും പൊസിഷണൽ നമ്പർ സിസ്റ്റം തന്നെയാണ്. അടുത്ത ഈ ബൈനറി ഡിജിറ്റിനെ സാധാരണ നമ്മൾ ഡിജിറ്റ് എന്ന് പറയില്ല. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് നമ്മൾ ഡിജിറ്റ് അക്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന ബിറ്റ് എന്നാണ്. ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ബിറ്റ്. ഇവിടുത്തെ BIയും ഇവിടുത്തെ Tയും കൂടെ ചേർത്ത് ബിറ്റ് എന്നാണ് പറയുന്നത്. Each digit of a binary number is called binary digit or bit. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. ബൈനറി നമ്പറിൻ്റെ ഡിജിറ്റിന് പറയുന്ന പേരെന്താണ്? ബിറ്റ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഇതിൽ വരുന്ന വേറൊരു 2 വേർഡ്സ് ആണ് MSBയും LSB. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും. ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബൈനറി നമ്പർ എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ബൈനറി നമ്പറാണ് 110 അപ്പോൾ ഇതിൽ ഏറ്റവും വില കൂടുതൽ വരുന്നതാണ്. പൊസിഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ കൂടി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും വാല്യൂ കൂടുതൽ വരുന്നത് ഏറ്റവും ഇടതുവശത്ത് വരുന്ന ഡിജിറ്റാണ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്, മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, അപ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ള ബിറ്റ്. മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ്, ഏറ്റവും ഇടതുവശത്ത് വരുന്ന ബിറ്റാണ്. അതിനെ പറയുന്നതാണ് MSB. ഇനി ഏറ്റവും വില കുറഞ്ഞ ബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലതുവശത്ത് വരുന്ന, ഒറ്റയുടെ സ്ഥാനത്ത് ഏറ്റവും വലതുവശത്ത് വരുന്ന ബിറ്റാണ് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞ ബിറ്റ്. അതിനെ പറയുന്നതാണ് LSB. ഓക്കെ, അപ്പോൾ ഈ നമ്പറിൽ 110 എടുത്താൽ MSB എന്ന് പറയുന്നത് 1 ആയിരിക്കും, LSB എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതും പരീക്ഷയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ MSB ഏതാണ് അല്ലെങ്കിൽ LSB ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇടതുവശത്തുള്ള ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലതുവശത്തുള്ള ബിറ്റുമാണ് MSBയും LSBയും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡെസിമൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്ത പോലെ നമുക്ക് ഈ ബൈനറി നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാം. ബൈനറി നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പം നമ്മൾ ആദ്യം ഈ 1 എടുക്കുന്നു. 1 × 2⁻0 ആണ് എടുക്കേണ്ടത്. ഡെസിമൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് 10 ആയതുകൊണ്ട് 10⁻0 എടുത്തു. ഇവിടെ എത്ര എടുക്കണം? 2⁻0 എടുക്കണം. അപ്പോൾ ഈ നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 × 2⁻0. അടുത്ത രണ്ടാമത്തെ ബിറ്റ് എടുക്കണം 1 × 2⁻1. അടുത്ത മൂന്നാമത്തെ ബിറ്റ് എടുക്കണം 0 × 2⁻2. നാലാമത്തെ ബിറ്റ് എടുക്കണം 1 × 2⁻3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില തീരുമാനിക്കുന്ന നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് 2ൻ്റെ പവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ഡെസിമൽ നമ്പർ ആണെങ്കിൽ 10ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ബൈനറി നമ്പർ ആണെങ്കിൽ 2ൻ്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വലതുവശത്ത് നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് എളുപ്പം. അപ്പോൾ ആദ്യം ഈ 1 എടുക്കുക, 1 × 2⁻0 പ്ലസ് അടുത്ത 1 എടുക്കുക, 1 × 2⁻1. അടുത്ത 0 എടുക്കുക, 0 × 2⁻2. അടുത്ത 1 എടുക്കുക, 1 × 2⁻3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 നമ്പർ സിസ്റ്റംസ് പഠിച്ചു, ഡെസിമൽ നമ്പർ സിസ്റ്റവും ബൈനറി നമ്പർ സിസ്റ്റവും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 10, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2. പിന്നെ ബൈനറി നമ്പർ സിസ്റ്റവും രണ്ടും പൊസിഷണൽ നമ്പർ സിസ്റ്റം തന്നെയാണ്. വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ്. പിന്നെ അടുത്തൊരു പോയിൻ്റായിട്ട് പഠിച്ചത് ബൈനറിയിലെ ഡിജിറ്റിന് പറയുന്ന പേര് ബിറ്റ് എന്നാണ്. പിന്നെ MSBയും LSBയും. ഏറ്റവും പ്രാധാന്യം കൂടിയത് MSB എന്ന് പറയുന്നത് ഇടതുവശത്ത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ്, LSB എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ബിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ നമ്പർ സിസ്റ്റം നോക്കാം. ഒക്ടൽ നമ്പർ സിസ്റ്റം എളുപ്പമാണ്. നമ്മൾ ഒരു നമ്പർ സിസ്റ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് അടുത്തടുത്ത നമ്പർ സിസ്റ്റംസ് പോകുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റം, ഒക്ട എന്ന് പറഞ്ഞാൽ 8 ആണ്.
ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 സിമ്പിൾസ് ആണുള്ളത്, 8 ഡിജിറ്റേ ഉള്ളൂ. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഡിജിറ്റ്സ് ആണ് 0, 1, 2, 3, 4, 5, 6 ആൻഡ് 7. 8 ഇല്ല, 7 വരെ, 0 തൊട്ട് 7 വരെ മൊത്തം 8 എണ്ണം ഉണ്ട്. അങ്ങനെ 8 സിമ്പിൾസ് ഉള്ള നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. സോ ഇറ്റ്സ് ബേസ് ഈസ് 8. ഇനി ഈ ഒക്ടൽ നമ്പർ സിസ്റ്റവും മറ്റ് ഡെസിമലും ബൈനറിയും പോലെ ഇതും പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. നമുക്ക് 7 കഴിഞ്ഞ് അടുത്ത 8നെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന 10 എന്നാണ്. 9നെ റെപ്രസെന്റ് ചെയ്യാൻ 11, 10നെ റെപ്രസെന്റ് ചെയ്യാൻ 12, 11നെ റെപ്രസെന്റ് ചെയ്യാൻ 13, അങ്ങനെ പോവും. അത് കഴിഞ്ഞ് 7 ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന 100 എന്ന്. അങ്ങനെ ഇതിലും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലും അതിന്റെ ഡിജിറ്റിന്റെ വാല്യൂ തീരുമാനിക്കുന്ന പൊസിഷനാണ്. ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. ഇതിനൊരു എക്സാമ്പിൾ 624 ക്യാൻ ബി റെപ്രസെന്റഡ്. ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സ്വാഭാവികമായും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8ന്റെ പവേഴ്സ്. അപ്പോൾ 624നെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അത് വലതുവശത്ത് നിന്ന് ഇങ്ങോട്ട് പോകണം. ആദ്യം 4 എടുക്കണം. 4 × 8⁻0 പ്ലസ് 2 × 8⁻1 പ്ലസ് 6 × 8⁻2. അപ്പം ഇവിടെ 8⁻0 എന്ന് പറഞ്ഞാൽ 1 എന്നർത്ഥം. 4 × 1 എന്ന് വരും. ഇവിടെ 2 × 8 എന്ന് വരും. ഇവിടെ 6 × 64 എന്ന് വരും. ഈ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് 8ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആദ്യത്തെ ഡിജിറ്റ് 4 × 8⁻0 പ്ലസ് 2 × 8⁻1 പ്ലസ് 6 × 8⁻2. അപ്പം ഇങ്ങനെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഓർക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ബേസ് എത്രയാണ്? 8. അല്ല, സിമ്പിൾസ് 0 തൊട്ട് 7 വരെ. ഇതും പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. പിന്നെ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോ ഡിജിറ്റിനെയും 8ന്റെ പവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി അടുത്ത നമ്പർ സിസ്റ്റം നോക്കാം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അടുത്ത ഹെക്സാഡെസിമൽ റെപ്രസെന്റ് ചെയ്യുന്നത് 16 ആണ്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 16നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് 16 സിമ്പിൾസ്, 16 സിമ്പിൾസ് ഉണ്ട്. അതിലെ സിമ്പിൾസ് 0 തൊട്ട് 9 വരെ. അത് കഴിഞ്ഞാൽ 10ന് പകരം കൊടുക്കുന്ന എ, 11ന് പകരം ബി, 12ന് പകരം സി, 13ന് പകരം ഡി, 14ന് പകരം ഇ, 15ന് പകരം എഫ്. അപ്പോൾ ഇവിടെ 10, 11 അങ്ങനെയൊന്നും എഴുതൂല. 10ന് പകരം എന്ത് എഴുതണം? എ, ബി, സി, ഡി, ഇ, എഫ്. അങ്ങനെ 16 സിമ്പിൾസ് ആണുള്ളത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 16 ആണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ്. മറ്റ് നമ്പർ സിസ്റ്റങ്ങൾ പോലെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും പൊസിഷണൽ നമ്പർ സിസ്റ്റവും ആണ്. അടുത്ത നമുക്കിത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 73A എന്ന് പറയുന്നത് ഒരു ഹെക്സാഡെസിമൽ നമ്പർ ആണ്. ആ ഹെക്സാഡെസിമൽ നമ്പറിൽ എ എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് ആണ്, ഒരു സിമ്പിൾ ആണ്. അപ്പോൾ എ റെപ്രസെന്റ് ചെയ്യുന്നത് 10നെയാണ്. അപ്പം എ എന്ന് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ നമ്പറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ എന്നല്ല എഴുതേണ്ടത്, എക്ക് പകരം എത്ര എഴുതണം? 10 എന്ന് എഴുതണം. ഇവിടെ ബി ആയിരുന്നു എങ്കിൽ 11 എന്ന് എഴുതുമായിരുന്നു, സി ആയിരുന്നെങ്കിൽ 12 എന്ന് എഴുതുമായിരുന്നു. അപ്പോൾ എ റെപ്രസെന്റ് ചെയ്യുന്ന 10നെയാണ്. അപ്പോൾ 10 × 16⁻0 പ്ലസ് 3 × 16⁻1 പ്ലസ് 7 × 16⁻2. അപ്പം ഇതിൽ 16ന്റെ പവേഴ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം വലതുവശത്തുള്ള ഡിജിറ്റ് എടുക്കണം, എക്ക് പകരം 10, 10 × 16⁻0 പ്ലസ് അടുത്ത രണ്ടാമത്തെ ഡിജിറ്റ് 3 × 16⁻1 പ്ലസ് 7 × 16⁻2. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 16 സിമ്പിൾസ് ഉള്ള നമ്പർ സിസ്റ്റം ആണ്. സിമ്പിൾസ് നന്നായിട്ട് പഠിച്ചോണം. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞ് ABCDEF. ബേസ് 16 ആണ്. പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 4 നമ്പർ സിസ്റ്റംസ് പഠിച്ചു. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി ഈ ബൈനറി നമ്പേഴ്സ് എന്തിനാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്? അതെന്തിനാണെന്ന് നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചു. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 2 ഡിജിറ്റിനെ ബേസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് 0ഉം 1ഉം. ആ 0യെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഓഫും 1നെ റെപ്രസെന്റ് ചെയ്യാൻ ഓണും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് 2 സിമ്പിൾസ്, ഓണിന് പകരം 1ഉം ഓഫിന് പകരം 0ഉം. അങ്ങനെ 2 ഇലക്ട്രിക് സ്റ്റേറ്റ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് കമ്പ്യൂട്ടറിൽ ഡേറ്റയെ ഇലക്ട്രിക് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കും. Hence, data can be represented in electric form using binary number system. ഡേറ്റ ഇലക്ട്രിക് ഫോമിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കാം. അതാണ് കമ്പ്യൂട്ടറിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ പ്രാധാന്യം. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. 2 ബൈനറി നമ്പറിൽ
രണ്ട് ഡിജിറ്റേ ഉള്ളൂ, സീറോയും വണ്ണും. അതിനെ ഓണിനും ഓഫിനും വേണ്ടി ഉപയോഗിക്കാം. ഇലക്ട്രിക് ഫോമിലെ ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നു. അടുത്തിനി എന്തിനാണ് നമ്മൾ ഒക്ടലും ഹെക്സാഡെസിമലും പഠിച്ചത്? ഈ ഒക്ടലിനും ഹെക്സാഡെസിമലും ഷോർട്ട് ഫോമിൽ ബൈനറിയെ റെപ്രസെന്റ് ചെയ്യും. അതായത് ബൈനറി നമ്പേഴ്സിനെ 3 വീതമുള്ള ഗ്രൂപ്പ് ആക്കിയാൽ ഒരു ഒക്ടൽ ഡിജിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. 4 വീതമുള്ള ഗ്രൂപ്പ് ആക്കിയാൽ ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ഷോർട്ട് ഫോമിൽ ഷോർട്ട് ഹാൻഡ് നൊട്ടേഷന് വേണ്ടിയിട്ടാണ് ബൈനറി നമ്പർ സിസ്റ്റം ഒക്ടലും ഹെക്സാഡെസിമലും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒക്ടൽ 3 ബൈനറി ഡിജിറ്റിന് പകരം ഒരു ഒക്ടൽ ഡിജിറ്റും 4 ബൈനറി ഡിജിറ്റിന് പകരം ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റും ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് വലിയ ബൈനറി നമ്പേഴ്സിനെ ഷോർട്ട് ഹാൻഡിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒക്ടൽ നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിന് പകരം ബൈനറിയിൽ എന്താണ് ഉപയോഗിക്കുന്നത്, ഒക്ടലിൽ എന്താണ് ഉപയോഗിക്കുന്നത്, ഹെക്സാഡെസിമലിൽ എന്താണ് ഉപയോഗിക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കി ഇന്നത്തെ ക്ലാസ് തീർക്കാം. അപ്പൊ ഇതിൽ ഈ നമ്പേഴ്സ്, ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പർ, ഡെസിമൽ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറിയും പിന്നെ ഒക്ടലും ഹെക്സാഡെസിമലും നമ്മൾ പഠിച്ചു വയ്ക്കണം. കാരണം നമ്പർ കൺവേർഷനാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്പർ കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഇപ്പൊ സീറോയ്ക്ക് പകരം ബൈനറിയിൽ 0 ആണ്, ഒക്ടലിന് 0 ആണ്, ഹെക്സാഡെസിമലിൽ 0 ആണ്. ഒന്നും അതുപോലെ തന്നെ വ്യത്യാസമില്ല. പക്ഷെ ഡെസിമലിൽ 2ന് പകരം ബൈനറിയിൽ നമുക്ക് 0യും 1 2 ഡിജിറ്റല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത് 2നെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പൊസിഷൻ കൂടെ കൂട്ടണം, 2 ഡിജിറ്റുകൾ എടുക്കണം. അതിൽ 10 വെച്ചിട്ടാണ് 2നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒക്ടലിനും ഹെക്സാഡെസിമലിലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അടുത്ത 3ന് പകരം ബൈനറിയിൽ 1 ആണ് യൂസ് ചെയ്യുന്നത്. 4ന് പകരം 100. ഇവിടെ 2 പൊസിഷൻ ആയി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിജിറ്റ് കൂടെ വേണ്ടി വരും. അപ്പോൾ 100 എടുക്കും. 5ന് പകരം 101, 6ന് 110, 7ന് 111. അത് കഴിയുമ്പോൾ 3 ഡിജിറ്റും കംപ്ലീറ്റ് ആയി കഴിയും. അടുത്ത 8ന് പകരം 1000 എടുക്കും. ഒക്ടലിൽ നമുക്ക് 8 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഒരു പൊസിഷൻ കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും, 10 എടുക്കും. 9ന് പകരം 1001, ഒക്ടൽ 11 വരും. ഇവിടെ 10ന് പകരം ഇതിൽ ഓരോന്ന് വീതം, ബൈനറിയിൽ 1 വീതം കൂട്ടി പോവുകയാണ്. അങ്ങനെ 14, 15 ആകുമ്പോൾ 111. 16 എടുക്കണമെങ്കിൽ 10000 എന്ന് എടുക്കാം. ഒക്ടലും അതുപോലെ നമുക്ക് 1 കഴിഞ്ഞ് അടുത്ത് 0 1 2 3 4 5 6 7 വരെ വന്നു. ഇനി അടുത്ത ഡിജിറ്റ് എടുക്കാൻ 20 എന്ന് എടുക്കും. ഈ രണ്ടാമത്തെ ഡിജിറ്റിനെ ഒന്നുകൂടെ കൂട്ടി കൊടുക്കും. 20 21 2 എന്ന് പറഞ്ഞു പോകും. ഹെക്സാഡെസിമലിൽ 10ന് പകരം A എടുക്കും, 11ന് പകരം B, 12ന് പകരം C, 13ന് D, 14 E, 15ന് F. അപ്പൊ ഇതാണ് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റ് നമ്പർ സിസ്റ്റത്തിലെ നമ്പേഴ്സ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഏതെങ്കിലും ഒരു നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ കിട്ടിയാൽ അതിനെ മറ്റ് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.